നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫാങ്ഷോയി പ്രകാരം വീടുകളിൽ വളർത്താൻ പറ്റിയ ചില സസ്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കൂടാതെ വീട്ടിലേക്ക് പോസിറ്റിവിറ്റിയും സമ്പത്തും ക്ഷണിക്കാൻ കഴിവുള്ളവയാണ്. ഫാങ്ഷോയി ഭാഗ്യസസ്യങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഊർജവും പണം, ഭാഗ്യം എന്നിവ പോസിറ്റീവ് കാര്യങ്ങൾ കൊണ്ടുവരും. അതിലാദ്യത്തേതാണ് മണി പ്ലാന്റ്. മണി പ്ലാന്റ് എല്ലാ ഫാങ്ഷോയി സസ്യങ്ങളിലും ഏറ്റവും മികച്ചതാണ്. ഇതിനെക്കുറിച്ച് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ചെടിയാണ് ലക്കി ബാംബു. ഈ ചെടി വീട്ടിനുള്ളിൽ എളുപ്പത്തിൽ വളരുകയും ഇൻറ്റീരിയർ ആകർഷകമാക്കുകയും ചെയ്യും. ഈ ചെടിയുടെ ഭാഗ്യമുളയിലെ തണ്ടുകളുടെ എണ്ണമാണ് ഭാഗ്യം. ഫാങ്ഷോയിയുടെ 5 പ്രകൃതിദത്ത മൂലകങ്ങളുടെ പ്രതിനിധിയായ ലക്കി ബാംബു സസ്യങ്ങൾ സമൃദ്ധിയും ഭാഗ്യത്തിൻ്റെയും പ്രതീകമാണ്. ഇനി അടുത്തത് തുളസിയാണ്. നെഗറ്റീവ് എനർജിയെയും ഹാനികരമായ സൂക്ഷ്മാണുക്കളെയും ഇല്ലാതാക്കാനുള്ള ശക്തി തുളസിക്കുണ്ട്. തുളസി നിരവധി ഔഷധ ഗുണങ്ങളുള്ളവയുമാണ്. ഇനി അടുത്ത ചെടിയാണ് പീസ് ലില്ലി. ഫാങ്ഷോയി ഭാഗ്യസസ്യങ്ങൾ ഭാഗ്യം നൽകുന്നു. ഈ ചെടിയിൽ തിളങ്ങുന്ന വെളുത്ത പൂക്കളും നീളമുള്ള പച്ച ഇലകളുമുണ്ട്. ഏതു മുറിയിലും ഇത് സുഖകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും പരിസ്ഥിതി മലിനീകരണത്തിൽ നിന്ന് വായു ശുദ്ധീകരിക്കാൻ പീസ് ലില്ലി ഉപയോഗിക്കുന്നുമുണ്ട്. ഇനി അടുത്ത ചെടിയാണ് ഓർക്കിഡുകൾ. പൂക്കളുള്ള മനോഹരമായ ഈ സസ്യം വീട്ടിലുള്ളവർക്ക് ഭാഗ്യം നൽകുന്നു. ഇതിൻ്റെ പോസിറ്റീവ് സ്വഭാവം ആരോഗ്യപരമായ ബന്ധം പ്രദാനം ചെയ്യുന്നു. ഓർക്കിഡുകൾ ഫലഭൂയിഷ്ഠിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല ഇതിൻ്റെ പൂക്കൾ കാണുന്നത് തന്നെ മനസ്സിന് സന്തോഷവുമാണ്. ഇനി അടുത്ത ചെടിയാണ് ആരോ ഹെഡ് പ്ലാന്റ്. ഈ ചെടിയുടെ ഇലകളാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. പ്രത്യേക ആകൃതിയിൽ നിന്ന് വ്യത്യസ്തമായ 5 ലോബുകൾ 5 ഘടകങ്ങളെ സൂചിപ്പിക്കുന്നു. ഭൂമി, വെള്ളം, ലോഹം, മരം. ഇത് ജീവിതത്തിൻ്റെ സന്തുലിതാവസ്ഥ നൽകുന്നു. ഭാഗ്യസസ്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ഈ ചെടികളും വായു ശുദ്ധീകരിക്കുന്നു. ഇനി അടുത്ത ചെടിയാണ് ഈന്തപ്പനകൾ. വീടിനുള്ളിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യസസ്യമാണ് പന. വലുപ്പത്തിൽ വലുതാണെങ്കിലും ശാന്തമായ ഒരു അനുഭവം നൽകുന്നു. ഇത് ഒരു അലങ്കാരം എന്ന നിലയിൽ മികച്ച സസ്യമാണ്. ഈന്തപ്പനകൾ സ്വാഗതാർഹമായ പ്രകമ്പനം നൽകുകയും ഭാഗ്യം, സന്തോഷം, പോസിറ്റീവ് ഊർജം, ആകർഷണം എന്നിവ നൽകുകയും ചെയ്യും. ഇനി അടുത്ത ചെടിയാണ് ജേഡ് പ്ലാന്റ്. ജേഡ് ചെടി ഏറ്റവും ഭാഗ്യമുള്ള ഒന്നായി കാണുന്നു. ജേഡ് ചെടിയുടെ ചെറുതും വൃത്താകൃതിയിലുള്ളതുമായ ഇലകൾ നാണയങ്ങൾ പോലെ കാണപ്പെടുന്നു. ലക്കി പ്ലാന്റ്, മണി ട്രീ എന്ന പേരിലും ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. ജേഡ് ചെടിയുടെ ചെറുതും വൃത്താകൃതിയുമായ ഇലകൾ നാണയങ്ങൾ പോലെ കാണപ്പെടുന്നത് കൊണ്ട് ഇത് ഉടമകൾക്ക് ഭാഗ്യവും സമ്പത്തും നൽകുമെന്നാണ് വിശ്വാസം. ഇനി അടുത്തതാണ് നാരങ്ങച്ചെടി. ഈ ചെടി ഫാങ്ഷോയി പ്രകാരം ഭാഗ്യം കൊണ്ടുവരുന്ന ചെടിയാണ്. പക്ഷേ ഈ ചെടി വീടിന് വെളിയിലാണ് വളർത്തേണ്ടത്. ഇനി അടുത്ത ചെടിയാണ് കറ്റാർ വാഴ. കറ്റാർ വാഴ ഇലക്കുള്ളിൽ ജെൽ അടങ്ങിയിട്ടുള്ള ചെടിയാണ്. ഇത് പല പ്രശ്നങ്ങൾക്ക് പരിഹാരവുമാണ്. കറ്റാർ വാഴ ചെടി നിങ്ങളുടെ വീടിന് പോസിറ്റീവ് വൈബും ഭാഗ്യവും നൽകുന്നു. കറ്റാർ വാഴ ചെടി വായു ശുദ്ധമായി സൂക്ഷിക്കാൻ സഹായിക്കുന്നു. ഇനി അടുത്ത ചെടിയാണ് റോസ് ചെടി. ഒരു ഫാങ്ഷോയി ഭാഗ്യസസ്യമാണ് റോസ് പൂവ്. രോഗശാന്തിയും ഭാഗ്യവും ആകർഷിക്കാൻ റോസ് പൂവ് ഏറെ നല്ലതാണ്. വ്യത്യസ്ത നിറത്തിലുള്ള റോസ് പൂക്കൾ വ്യത്യസ്ത തരത്തിലുള്ള വികാരങ്ങളെ പ്രതീകപ്പെടുത്തുകയും വ്യത്യസ്ത തരത്തിലുള്ള ഭാഗ്യം നൽകുകയും ചെയ്യുന്നു. ഇനി അടുത്ത ചെടിയാണ് ജാസ്മിൻ പ്ലാന്റ്. തിളങ്ങുന്ന ഇലകളും ഗന്ധമുള്ള പൂക്കളുമുള്ള ഈ മനോഹരമായ സസ്യം ആളുകൾക്ക് വളരെയധികം ഇഷ്ടമാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് ഭാഗ്യ സ്നേഹവും ആകർഷിക്കുന്നതിനാൽ ഇത് ഭാഗ്യസസ്യമായി കണക്കാക്കുന്നു. വിവിധ ഗുണങ്ങളും ഉപയോഗങ്ങളുമുള്ള ഈ പ്ലാന്റുകൾ എണ്ണയുടെയും സുഗന്ധത്തിൻ്റെയും ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്ത ചെടിയാണ് പ്രഭാത മഹത്വം അഥവാ മോർണിംഗ് ഗ്ലോറി. ഇതൊരു മനോഹരമായ വള്ളിച്ചെടിയാണ്. അതിരാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ വിരിയുകയും ഉച്ചയുടെ കൂമ്പുകയും ചെയ്യുന്ന ചെടിയാണ്. കാഹളാകൃതിയിലുള്ള ഈ ചെടി നീല, പർപ്പിൾ, പിങ്ക്, വെള്ള നിറത്തിലുള്ള പൂക്കൾ ഇവയുടെ പ്രത്യേകതയാണ്. വേഗത്തിൽ പടർന്നു കയറുന്ന വള്ളിച്ചെടി വേലികളിലും പൂന്തോട്ടങ്ങളിലും മനോഹരമായി വളരുന്നു. കാഹള രൂപത്തിലുള്ള ആകർഷകമായ പൂക്കൾ രാവിലെ വിരിഞ്ഞ് ഉച്ചയാകുമ്പോൾ അടയുന്നു. ഇതിൻ്റെ ഇലകൾക്കും പ്രത്യേകതയുണ്ട്. ഹൃദയാകൃതിയിലാണ് ഇതിൻ്റെ ഇലകൾ. ഇത് നിങ്ങൾക്ക് ഹാങ്ങിങ് പ്ലാന്റായി വളർത്താം. ഇനി അടുത്ത ചെടിയാണ് ലാവെൻഡർ. നിങ്ങളുടെ അലങ്കാരത്തിന് ഒരു മികച്ച മനോഹരമായ പ്ലാന്റാണ് ലാവെൻഡർ.
വീടിനുള്ളിൽ ലാവൻഡർ ചെടി സൂക്ഷിക്കുന്നത് ഭാഗ്യം ആകർഷിക്കുന്നുവെന്നും നെഗറ്റീവ് എനർജിയിൽ നിന്ന് സംരക്ഷണം നൽകുന്നുവെന്നും ഫാങ് ഷൂയിയുടെ ചൈനീസ് ആചാരം സൂചിപ്പിക്കുന്നു. ഇത് പോസിറ്റീവ് എനർജിയുടെ നല്ല ഒഴുക്ക് അനുവദിക്കും. ഇത് വീടുകളിൽ സൂക്ഷിക്കുന്ന സന്തോഷവും സമാധാനവും ഉണ്ടാകും. ഇനി അടുത്ത ചെടിയാണ് കള്ളിച്ചെടി. ഇത് വീടിന് പോസിറ്റിവിറ്റിയും സന്തോഷ വാർത്തയും കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. ഈ ചെടി വീടിന് വെളിയിൽ വളർത്തുന്നതാണ് വാസ്തുപ്രകാരം ഉത്തമം. വീട്ടിലെ പോസിറ്റീവ് എനർജിയെ ആകർഷിക്കാൻ ഫാങ് ഷൂയി ചെടികൾക്ക് കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും നമസ്കാരം.